ഇന്ന് 15-ാം തീയതി ഡിസംബർ 15. ഈ 15 ഏറെ നിർണായകവും പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് മറ്റാരുമല്ല, രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതം പോലും രാഷ്ട്രീയ ഭാവി പോലും തുലച്ചില്ലാതെയാക്കി, തുലാസിൽ നിന്ന അല്ലെങ്കിൽ വലിച്ചു കീറി പിച്ചച്ചട്ടിയിലാക്കി അതിപ്പോൾ ഒരു കുഴിക്കകത്താണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രാഷ്ട്രീയ ജീവിതത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു ദിവസമാണിത് എന്ന് വേണമെങ്കിൽ കൂടി പറയാം. നിലവിലെ സാഹചര്യം ഒന്ന് മാറാൻ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും കരുതാം. അഡ്വക്കേറ്റ് എസ് രാജീവ് എന്ന ആങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ തീപ്പൊരിയാകുമെന്നാണ് പലരും പറയുന്നത്. എന്തായിരിക്കും സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്ന് രണ്ട് വിഷയങ്ങളാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ എല്ലാ തിങ്കളാഴ്ചയും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ SITക്ക് മുന്നിൽ ഹാജരാകണം എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപാധികളോടുകൂടി ജാമ്യം അനുവദിച്ചപ്പോൾ കോടതി മുന്നിൽ വെച്ച കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് എത്തി SITക്ക് മുന്നിൽ ഹാജരാകുമോ, മറ്റൊന്ന് ചോദ്യം ചെയ്യലിൽ ഇന്ന് ഹാജരാകുമോ എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയൊരു കാര്യം, രണ്ടാമത്തെ അതായത് 15-ാം തീയതി വരെ അറസ്റ്റ് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിലെ വിശദവാദം ഇന്ന് ഹൈക്കോടതി കേൾക്കാനായി പോവുകയാണ്. അങ്ങനെ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ട് ബലാത്സംഗ കേസുകളും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സെഷൻസ് കോടതി നടപടിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ഹർജിയാണ് ഇതിൽ ഒന്ന്. ഈ ഹർജിയാണ് ഇന്ന് പരിഗണിക്കാൻ പോകുന്നത്. ഈ കേസിൽ രാഹുലിനെ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന് ജസ്റ്റിസ് K ബാബു കഴിഞ്ഞ ആഴ്ച നിർദ്ദേശിച്ചിരുന്നു. ഈ കേസിൽ വിശദമായ വാദം ഇന്ന് നടക്കും. ബാംഗ്ലൂരിൽ താമസിക്കുന്ന മലയാളി യുവതിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസിൽ രാഹുലിന് തിരുവനന്തപുരം സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ഇതിനെതിരെ സർക്കാർ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ജയചന്ദ്രന്റെ ബെഞ്ച് പരിഗണിക്കുന്നത്. അതിനിടെ രണ്ടാം ബലാത്സംഗ കേസിൽ വ്യവസ്ഥകളോടുകൂടി സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകില്ല എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഒരറിയിപ്പും കിട്ടിയിട്ടില്ലെന്നും ആവശ്യപ്പെട്ടാൽ ഹാജരാകുമെന്നുമാണ് രാഹുൽ നൽകുന്ന വിശദീകരണം. അപ്പീലിലെ ഹൈക്കോടതി തീരുമാനം അറിഞ്ഞ ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച കേസിൽ പ്രതികളായ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയും സന്ദീപ് വാര്യർ, രഞ്ജിത പുളിക്കൽ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. പോലീസ് കോടതിയിൽ റിപ്പോർട്ട് ഹാജരാക്കാത്തത് കാരണം കഴിഞ്ഞ 2 തവണയും ജാമ്യാപേക്ഷയിൽ വാദം പറയുന്നത് മാറ്റി വെച്ചിരുന്നു. നിലവിൽ കേസിലെ ഒന്നാം പ്രതിയായ രാഹുൽ ഈശ്വർ റിമാൻഡിലാണ്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിക്കില്ല എന്ന് പറയുമ്പോൾ അത് ഇത്രത്തോളം ഒരു പ്രാധാന്യമുള്ളതാണ് എന്ന് കൂടി നോക്കി കാണണം.